അവര് നമ്മളെ കാണുമ്പോൾ ഒരു വിനയം, ഒരു പക്വത അവരിൽ നമ്മൾ ദർശിക്കാൻ തുടങ്ങും. വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ്. എക്സാക്ട്ലി, വിസിബിൾ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഈ മെന്റൽ ട്രോമയൊക്കെ ഹീൽ ചെയ്യുന്നതും ഇതേ പ്രോസസ് ആണോ? തീർച്ചയായിട്ടും. എല്ലാം എന്താ സുഖമല്ലേന്ന് വെച്ചാൽ എന്ത് സുഖം. എനിക്ക് ഷുഗർ അത്രേ, BP ഇത്രേ, മക്കളിങ്ങനെ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല, കുടുംബത്തിൽ സമാധാനമില്ല. വാട്ട് യു ക്രിയേറ്റ്? എന്തിനാ നീ പ്രാണശക്തി നൽകുന്നത്? എന്തിനാണ് പ്രാണൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എവരിഡേ? ഭർത്താവിന്റെ കൂട്ടുകാരെ കുറിച്ച്, ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച്, ഭാര്യയുടെ കുടുംബത്തെ കുറിച്ച്, വഴക്കുകൾ, ഇതെല്ലാം എമോഷൻ എനർജീസ് എല്ലാം സൂക്ഷ്മമായിട്ട് ബാഹ്യനയനങ്ങൾക്ക് ദർശിക്കാൻ പറ്റാതെ ആ വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുക. നമുക്ക് എന്തുകൊണ്ട് ഉറക്കം കിട്ടാത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ വീഡിയോ കേൾക്കുന്നവർ ഓരോരുത്തരും നമ്മളുടെ വീടിനോട് ക്ഷമ പറയണം. അരേ സോറി മൈ ഡിയർ ഡിവൈൻ ഹൗസ്. അവർക്കൊരു ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നമ്മളിൽ സിൻസിയാരിറ്റി എത്രയുണ്ടോ, വെറുതെ എവിടുന്നാണ് സംസാരിക്കണിച്ച് അത്ര പവർ ഉണ്ടാവില്ല. ഹൃദയത്തിൽ നിന്ന്, ഹാർട്ട്ഫുള്ളി ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുക, ഹൃദയപൂർവ്വം നന്ദി പറയുമ്പോൾ അതാ ഹാർട്ടിലേക്ക് പ്രവേശിക്കും. അവർക്ക് അതുവരെ ഇല്ലാത്ത ഒരു സഹതാപം, ഒരു കരുണ, ഒരു സ്നേഹം നമ്മളോട് തോന്നി തുടങ്ങും. അത്രയും വെറുപ്പുള്ള വൈബ് ഉണ്ടാവും അവർക്ക് നമ്മളെ കാണുമ്പോൾ. നമ്മളെ കാണുമ്പോൾ ഒരു വിനയം, ഒരു പക്വത അവരിൽ നമ്മൾ ദർശിക്കാൻ തുടങ്ങും. വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ്. എക്സാക്ട്ലി, വിസിബിൾ ചേഞ്ചസ് ഉണ്ടാവും. ആ ഇന്നറിൽ എത്രയധികം ആ പവർ, ആ ക്ഷമാപണത്തിന്റെ ആ ഫ്രീക്വൻസീസ് അത് എൻ്റർ ആയാലാണ് ഫിസിക്കലി ഇത് കാണുക. ഇതാണ് നമ്മൾ ഹീല്. നമ്മൾ മുറിവായതോ അല്ലെങ്കിൽ രോഗം വന്നതോ ക്യാൻസറോ മറ്റോ വന്നതോ ഒന്നും അല്ല ഹീൽ ബേബി. നമ്മളുടെ ഇന്നർ എമോഷൻസ് കൊണ്ട് ഒരുപാട് വൂണ്ടഡാണ്. ഒരുപാട് നമുക്ക് സ്വസ്ഥതയില്ല. അവിടെ ഹീലിംഗ് വേണ്ടേ? നമുക്കൊരു സമാധാനമില്ല, ഹീലിംഗ് വേണ്ടേ? ഈ സമാധാനം ഇല്ലായ്മയെ ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. ഈ ജന്മത്തിൽ എനിക്ക് പ്രത്യക്ഷമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നീ എന്താണോ ചെയ്തത് അതാണ് നീ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്റെ ചെയ്തിയാൽ മറ്റൊരു ദേഹധാരിയായ ആ ദിവ്യാത്മ സ്വരൂപൻ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവമാണ് നീ അനുഭവിച്ച് തീർക്കുന്നത്. കടം വീട്ടാണ്, ബാലൻസ് ഷീറ്റ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, കർമ്മ പ്രക്ഷാളനമാണ്. അത് സഫറിങ്സിലൂടെയാണ്. ഈ കർമ്മബന്ധത്തെ സ്നേഹബന്ധമാക്കി മാറ്റുമ്പോൾ മാത്രമേ കർമ്മ ഡിലീറ്റ് ആവുള്ളൂ. തതുപരി ജന്മത്തിലേക്ക് നീയും ആ വ്യക്തിയും പ്രവേശിക്കാതിരിക്കണമെങ്കിൽ ഇപ്പൊ ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക. അത് ഇന്നറിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് മോളെ എന്നോട് ക്ഷമിക്കണം പറഞ്ഞാൽ ചിലപ്പോൾ നിന്റെ ബുദ്ധിക്ക്, സംസ്കാരത്തിന്, സ്ഥിതിക്ക് അത് മനസ്സിലാവില്ല. എന്നോട് അവൻ ക്ഷമ ചോദിച്ചു വന്നിട്ട് പക്ഷെ ഞാനൊന്നും ക്ഷമിക്കാൻ തയ്യാറല്ല എന്ന് പരിഹസിക്കുന്ന ഒരു സ്ഥിതിയിലാണ് മറ്റുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നറിൽ സോൾ ടു സോൾ കണക്ഷൻ ഏർപ്പാട് ചെയ്യണം. എന്നോട് ക്ഷമിക്കണമെന്ന്. എത്ര വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പറയും. ഒരു 21 days മോളെ ഇതൊന്ന് ഹാർട്ട്ഫുള്ളി സിൻസിയർ ആയിട്ട് ഈ ക്ഷമയെന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഈ ഒരു ദേഷ്യമോ വെറുപ്പോ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കിയാൽ സെൽഫ്, ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. നമ്മളെ ഹീൽ ചെയ്യുന്നത് മറ്റൊരാളല്ല. ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ എല്ലാ സമസ്യകളെ ഹീൽ ചെയ്യാനുള്ള സമ്പൂർണ്ണ ശക്തി നിധി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷെ ഇത് ഈ മനസ്സുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. അതെ. അപ്പൊ ഈ മെന്റൽ ട്രോമയൊക്കെ ഹീൽ ചെയ്യുന്നതും ഇതേ പ്രോസസ് ആണോ? തീർച്ചയായിട്ടും. എല്ലാ ട്രോമയും ശരീരത്തിലൂടെ അനുഭവിച്ചിട്ടാണ് അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തതാണതെല്ലാം. സോ അതിനൊക്കെ ആദ്യം ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അത് വിത്തൗട്ട് ജഡ്ജ്മെന്റ്, വിത്തൗട്ട് അനാലിസിസ്, വിത്തൗട്ട് ഡൗട്ട് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. സോ ഇങ്ങനെയുള്ള ഡീപ്പ് ക്ലെൻസിങ് പ്രോസസ്സിന് അത്രയും ദിവ്യമായിട്ടുള്ള അനുഭവജ്ഞാനികൾ മാത്രം കൗൺസിലിംഗ് ചെയ്യണം. അവർക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അരേ ഈ ട്രോമ വെറുതെ അല്ല എൻ്റെ പൊന്നെ നിനക്ക് ഉണ്ടായത്, ഇതിനെ നീ സൃഷ്ടിച്ചിട്ടുണ്ട്, നീ ഇത് ഈ ജന്മത്തിൽ എനിക്ക് ഓർമ്മയില്ല, പൂർവ്വജന്മത്തിൽ അത് കൊടുത്തതാണ്. നിന്റെ ആസ്ട്രൽ ബോഡിയിൽ റെക്കോർഡായിട്ടുള്ള ആ റെക്കോർഡ് നോളജിനനുസരിച്ചിട്ടാണ് ഡെത്ത് ആഫ്റ്റർ ലൈഫിൽ, ഡെത്ത് ആഫ്റ്റർ റിയലൈസേഷനിലൂടെ നിന്റെ സോൾ പക്ക പ്ലാൻ ചെയ്തിട്ട് ഈ ശരീരത്തിൽ, ഈ ജന്മത്തിൽ, ഈ പരിസ്ഥിതികളിലൂടെ, ഇന്ന വ്യക്തികളിലൂടെ, ഇന്ന സിറ്റുവേഷൻസിലൂടെ ഇത് അനുഭവിക്കണം എന്നുള്ള നിന്റെ ഡിവൈൻ കോൺട്രാക്റ്റിന്റെ ബേസിലാണ് നീ ഇത് അനുഭവിക്കുന്നത്. നീ അത് ഓൾറെഡി നീ ക്രിയേറ്റ് ചെയ്തതാ. ആ വാസ്തവത്തിനെ സൃഷ്ടിച്ചത് കൊണ്ട് അതിൻ്റെ കോൺസിക്വൻസസ് നീ അനുഭവിക്കുന്നു. അതിനെ അംഗീകരിക്ക്. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയില്ല. ക്ഷമിക്കുക എന്നുള്ളത് എൻ്റെ നിഘണ്ടുവിലില്ല എന്ന് പറയുന്നവരോട് ഹീലിംഗ് അവനും ഹീലാവില്ല, ഒരാളെ ഹീൽ ചെയ്യില്ല. അവർ മുറിവുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും, അവർ മുറിവുകൾ വലുതാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഹീലിംഗ് നടക്കില്ല. പിന്നെ ഈ ഹീലിംഗിൽ വരുന്നവരെ പറ്റിക്കുന്നൊരു വിഭാഗമുണ്ട്.
ആ വ്യക്തിയാണ് എന്നെ ഹീൽ ചെയ്യുക, ഈ വ്യക്തിയാണ് എൻ്റെ ഗുരു, ഈ വ്യക്തിയിലൂടെ മാത്രമേ എനിക്ക് ദൈവത്തെ കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ വ്യക്തിയിലൂടെ മാത്രമേ ഞാൻ ഹീലാവൂ എന്നുള്ള ഒരു വിശ്വാസ വ്യവസ്ഥ ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു നിരപരാധികളായ അല്ലെങ്കിൽ അത്രയും ആത്മസ്ഥിതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന പരിപക്വമാവാത്ത അവരെ പറ്റിക്കുന്നവരുണ്ട്. അരെ യു ആർ ഓൾസോ ഗോഡ് ബാബാ, നിനക്കും ദൈവത്തിനുമിടയിൽ നിനക്കും ഗുരുവിനിടയിൽ ഞാൻ എന്തിനാ? നിന്റെ കഴിവിനെ ഞാൻ ഒരിക്കലും അപമാനിക്കുന്നില്ല, നീ അതിന് പെർഫെക്റ്റ് ആയിട്ട് അർഹതയുള്ളവനാ. വിളിക്ക്, പറയ്, അന്വേഷിക്ക്, കണ്ടെത്തും. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞത് ഞാൻ മുട്ടിത്തരാൻ നീ തുറക്കുന്നല്ലോ പറഞ്ഞത്. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കും, കണ്ടെത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്നില്ല, നമുക്ക് അന്വേഷിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. നീ നിന്നെ ആശ്രയിക്ക്, നീ നിന്റെ ആത്മാവിൽ അഭയം പ്രാപിക്കുക എന്ന് പറയുന്നവനാണ് യഥാർത്ഥ ഹീലർ. അവരാണ് യഥാർത്ഥ ഗുരു. അതെ, സത്യത്തിന്റെ മുകളിൽ മഹാഗുരിയുള്ളവനാരോ അവൻ ഗുരു എന്നാ പറഞ്ഞിട്ടുള്ളത്. അതേ സത്യമേതാ? നീ തന്നെയാണ് നിന്റെ വാസ്തവങ്ങളെ സൃഷ്ടിച്ചത്. നിന്റെ ദുഃഖത്തിന്, നിന്റെ വിജയത്തിന് കാരണം നീ എങ്ങനെയാണോ, നിന്റെ പരാജയത്തിനും കാരണം നീയാണ്. നിന്റെ സന്തോഷത്തിന് കാരണം നീ എങ്ങനെയാണോ, നിന്റെ ദുഃഖത്തിനും കാരണം നീയാണ്. ഈ രോഗത്തെ സൃഷ്ടിച്ചതും നീയാണ്. നിന്റെ ബോഡിയെ വേദനിപ്പിച്ചതും നീയാണ്. അനാവശ്യമായിട്ടുള്ള എമോഷൻസിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് വർണ്ണിച്ച് പകയും വിദ്വേഷങ്ങളാൽ നിന്റെ ഈ കംപ്ലീറ്റ് ബോഡി സിസ്റ്റത്തിന്റെ മെമ്മറിയെ അത് മാത്രമാക്കി തീർത്ത് അതേ രോഗം, അതേ കഷ്ടം വീണ്ടും വന്നു എന്ന് അലർട്ട് ചെയ്തിട്ട് ആ ബോഡിയുടെ ശക്തിയെ നശിപ്പിച്ചത് നീയാണ്. നീയാണോ യജമാനൻ നിന്റെ ബോഡിയുടെ? നിന്റെ വാക്ക്, നമ്മളൊരു ശിലയിൽ ദൈവമുണ്ട്, ഗാഠനിദ്രാവസ്ഥയിലാ മോളെ. അതിനെ ശില്പമാക്കി അതിനെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത് ആരാ? മനുഷ്യൻ. ഒരു ശിലയിലുള്ള ഗാഠനിദ്രാവസ്ഥയിലുള്ള ശക്തി ചൈതന്യത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത് മനുഷ്യനാ, ദിവ്യ സങ്കല്പങ്ങൾ കൊണ്ട്, അല്ലെ? അപ്പോ ഓരോ വ്യക്തിയുടെയും വാക്കിന് എത്ര ശക്തിയുണ്ട്. സോ ഞാൻ പറയുന്നത്, എനിക്ക് വയ്യ, ആരെങ്കിലും എന്താ സുഖമല്ലേ എന്ന് വെച്ചാൽ എന്ത് സുഖം, എനിക്ക് ഷുഗർ അത്രേ, BP ഇത്രേ, മക്കളിങ്ങനെ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല, കുടുംബത്തിൽ സമാധാനമില്ല. വാട്ട് യു ക്രിയേറ്റ്? എന്തിനാ നീ പ്രാണശക്തി നൽകുന്നത്? എന്തിനാണ് പ്രാണൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എവരിഡേ? ഒരു വീട്ടില് നമ്മള് ഫോണിൽ വർത്താനം പറയല്ലേ എന്ന് വിചാരിക്കും, ഭർത്താവും ഭാര്യയും തല്ലൂടല്ലേ എന്ന് വിചാരിക്കും, ഭാര്യയും മക്കളും ഭർത്താവും മക്കളും കുടുംബമായിട്ട് സംസാരിക്കല്ലേ എന്ന് വിചാരിക്കും. ഇവർ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാ ബേബി? മറ്റുള്ളവരെ കുറിച്ച് അസൂയ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ, ചെറുപ്പത്തിലെ നടന്നതിനെ കുറിച്ച് വിമർശനങ്ങൾ, ഭർത്താവിന്റെ കൂട്ടുകാരെ കുറിച്ച്, ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച്, ഭാര്യയുടെ കുടുംബത്തെ കുറിച്ച് വഴക്കുകൾ. ഇതെല്ലാം എമോഷൻ എനർജീസ് എല്ലാം സൂക്ഷ്മമായിട്ട് ബാഹ്യനയനങ്ങൾക്ക് ദർശിക്കാൻ പറ്റാതെ ആ വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുക. നമുക്ക് എന്തുകൊണ്ടാണ് ഉറക്കം കിട്ടാത്തതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മളൊരു 4 ദിവസം കല്യാണത്തിന് പോയി എന്ന് വിചാരിക്കാം വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് വയ്യ, ആരോടും വർത്തമാനം പറയാൻ വയ്യ. നമുക്ക് എന്തുകൊണ്ടാണ് ഉറക്കം കിട്ടാത്തത്? നമ്മൾ ഈ റിലീസ് ചെയ്തിട്ടുള്ള എനർജീസിന് ഈ ദുഷിച്ച സംസാരത്തിലൂടെ, ഈ പക വിദ്വേഷങ്ങൾ നിറഞ്ഞ എനർജിയിലൂടെ അവർക്ക് ആഹാരം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളെ ഉണർത്തും അവര്. അതുകൊണ്ടാണ് ഞാൻ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉറക്കം വരുന്നില്ലെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് ആരുടെയെങ്കിലും ഒരു 4 കുറ്റം പറയും, പെട്ടെന്ന് അവർക്ക് അവിടെയുള്ള എമോഷൻ എനർജീസിന് ആഹാരം കിട്ടും. പിന്നെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം. ആ വീട്ടിൽ നമ്മൾ അതാണ് ഒരു വീട് മാറുമ്പോൾ, ഒരു വാടക വീട് മാറുമ്പോൾ നമ്മൾ ഈ ചുമരൊക്കെ മാന്തി കളഞ്ഞിട്ട് പെയിന്റ് അടിച്ചിട്ടേ കയറൂ. എന്ന് വെച്ചാൽ അവിടെ ജീവിച്ചവരുടെ തോട്ട് പ്രോസസ്സ്, അവരുടെ ആ തരംഗങ്ങൾ, ആലോചനാ തരംഗങ്ങൾ, വാക്തരംഗങ്ങൾ, സംസ്കാരവാസനകൾ, സ്വഭാവ വിശേഷങ്ങൾ എല്ലാം എവിടെയാ ചുറ്റി നിൽക്കുന്നത്? അറ്റ്മോസ്ഫിയറിലുണ്ട്. എക്സാക്ട്ലി. സോ അതിനെ ക്ലീൻ ചെയ്യാതെ, അതിനെ നമ്മുടെ വൈബിനനുസരിച്ച് പോസിറ്റീവായിട്ട് മാറ്റിയിട്ട് അതിലേക്ക് പ്രവേശിക്കൂ. അതെങ്ങനെയാണ് പോസിബിൾ ആവുക? ഗൃഹപ്രവേശത്തിലൂടെ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്യുന്നതിലൂടെ. അതാണ് വീട്ടിൽ പഴയ വസ്തുക്കള്, പഴയ വസ്ത്രങ്ങൾ, കീറി പറഞ്ഞ വസ്ത്രങ്ങൾ, ഉപേക്ഷിച്ചത്, മുറിഞ്ഞതും പൊട്ടിയതുമായിട്ടുള്ള വസ്തുക്കള്, കസേരകള്, പൊട്ടിയ കണ്ണാടികളൊന്നും അതിന്റെ എനർജി, ചൈതന്യം നഷ്ടപ്പെട്ടത് ഉപേക്ഷിക്കണം, മറ്റൊരു ഫോമിലേക്ക് ആക്കണം. വീടിന്റെ ഉള്ളിൽ വെക്കരുത്. ഇത് വീടിന്റെ കട്ടിന്റെ അടിയിൽ ഷൂസ്, കട്ടിന്റെ അടിയിൽ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ തുണിക്കെട്ടുകൾ, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും അലമാരകളിൽ ഇതൊക്കെ കൂട്ടി വെക്കുമ്പോൾ അത് ആ വീട്ടിലെ ആ റൂമിലെ ആ ഒരു ചൈതന്യ ശക്തി, പ്രാണശക്തി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇങ്ങനെ അനാവശ്യമായിട്ട് നെഗറ്റീവ് എമോഷൻസ്, എപ്പോഴും കരയുക, എപ്പോഴും ശപിക്കുക, എപ്പോഴും വഴക്കടിക്കുക, എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറയുക, എപ്പോഴും എനിക്ക് വയ്യ, ഡോക്ടർമാരെ കണ്ടിട്ട് മാറണില്ല, അസുഖങ്ങൾ മാറണില്ല, എത്ര മരുന്ന് കഴിച്ചിട്ട് മാറണില്ല, അവർ കാരണം ഇവർ കാരണം, അവർ മാട്ടുമാരണം ചെയ്ത് മന്ത്രവാദി. ഈ എമോഷൻസ് ആണ് ആ വീട് മുഴുവനുള്ളത്. അവിടെ എങ്ങനെ ശാന്തി ഉണ്ടാവും? ഓരോരുത്തർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ തോന്നും, കിടന്ന ഉറക്കം വരില്ല. എന്തുകൊണ്ടാ? അവിടെയുള്ള പ്രാണശക്തികള്, അവിടെ എന്തിനാ പ്രാണൻ കൊടുത്തുകൊണ്ടിരിക്കണം ഈച്ച് ആൻഡ് എവറി ഡേ? വാക്കുകൾ കൊണ്ട്, നെഗറ്റീവ് എമോഷൻസിന്. അപ്പോഴും ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്ക് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു നമ്മുടെ സോളിനുണ്ട് ബേബി.
അപ്പോൾ നമ്മൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവർ ഓരോരുത്തരും നമ്മളുടെ വീടിനോട് ക്ഷമ പറയണം. അരേ സോറി മൈ ഡിയർ ഡിവൈൻ ഹൗസ്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് നെഗറ്റീവ് എമോഷൻസ്, അരുതാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ നുണ പറയും. അല്ലെങ്കിൽ അതിനെ വർണ്ണിച്ച് നമ്മളുടെ മാത്രം കാര്യം ബെസ്റ്റ് ആക്കിയിട്ട് പറയും. അപ്പൊ ഈ വൈബ്രേഷൻസ് ഒക്കെ അവിടെ തങ്ങി നിൽക്കുന്നത് ഞാൻ കാരണമാണ്. ഈ വീടിന്റെ ദിവ്യത്വം, ആ ഒരു പ്രാണശക്തിയെ വിഘടിപ്പിക്കാൻ എൻ്റെ വാക്കും നാക്കും പ്രവൃത്തിയും ആലോചനകളും കാഴ്ചപ്പാടുകളും കാരണമായിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി സോറി മൈ ഡിയർ ഡിവൈൻ ഹൗസ്, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത്രയും സുരക്ഷിതമായി, ഇത്രയും സമാധാനമായി എനിക്ക് നീ ലഭിച്ചതിന്, അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിൽ എനിക്കത് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞ നീ ഉള്ളത് കൊണ്ടാണ്, നീ എത്രയും സുരക്ഷിതമാണ്, നീ എത്ര സേഫാണ് എന്ന് പറഞ്ഞിട്ട് ഐ ആം വെരി സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറഞ്ഞ് നമ്മൾ റൂമുകൾ മുഴുവൻ അത് പറഞ്ഞു നടക്കണം. പിന്നെ ആ വീട്ടിൽ ഈ തിരിച്ചറിവ് വന്നിട്ട് പിന്നെ സന്തോഷകരമായ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് പറയണം, മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കുകൊള്ളണം. മറ്റുള്ളവർ വീട്ടിലേക്ക് വന്നാലും മറ്റുള്ളവരുടെ അസൂയ, അല്ല ഞാനും മോളും സംസാരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ കാര്യം ഞാൻ പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ USA-ക്കോ കാനഡയിലേക്കോ വിളിക്കുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ കണക്ട് ആവുന്നില്ലേ? സോ അതേപോലെ തന്നെ ഈ പ്രാണശക്തി, എല്ലാവരുടെയും പ്രാണം പരമാത്മാവിൽ നിന്ന് ആ ദിവ്യ പ്രാണം എന്നുള്ളതുണ്ടല്ലോ, ആ ലിങ്ക് പെട്ടെന്ന് കണക്ട് ആവും. ആ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ലിങ്കാണ് നമ്മുടെ ലിങ്കും ആ ലിങ്കുമായിട്ട് ചേരുക, ചോർന്ന് പോവുക. അവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അത് വീണ്ടും സമാധാനക്കേട്. നമ്മൾ എന്താ പറയുന്നത്? അസൂയ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തി കേട്ടാലല്ലേ നമ്മളെ സ്റ്റോപ്പ് ചെയ്യൂ. ആ വ്യക്തി കേൾക്കുന്നില്ല, നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ ആരുമില്ല. നുണ പറയാനും ഒരാൾ, നുണ കേൾക്കാനും ഒരാൾ, രണ്ടുപേരും ഒരേ വൈബ്. പിന്നെ എന്തായിരിക്കും അവിടെ വിഘടനം. പലരും ഇതിനെ എൻജോയ് ചെയ്യുന്ന ഒരു വിനോദ കേന്ദ്രമാണ് മറ്റുള്ളവരുടെ. അതെ, ഇപ്പൊ നമ്മൾ രണ്ടും സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഒരാളുടെ കുറ്റം പറയുന്നു, അപ്പൊ അയാൾക്കും ആ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുന്നില്ലേ? അയാളുടെ നെഗറ്റീവ് മൊത്തം നമ്മളിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ ചോർത്തിക്കൊണ്ടിരിക്കുക. ബുദ്ധിമുട്ടൊന്നും ഇല്ല, അയാൾ ഇതിൽ ഒരിക്കലും ഇൻവോൾവഡ് അല്ല, അയാൾ പങ്കാളിയല്ല, അയാൾ കേൾക്കുന്നില്ല, അയാൾ പാത്രധാരിയേ അല്ല. അതില് നമ്മൾ രണ്ടും അവരെ കുറിച്ച് പറഞ്ഞ ആ സെഞ്ചിയിലുള്ളതും കൂടി നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറയുന്നത് നമ്മുടെ ബോഡി സിസ്റ്റത്തിലെ മെമ്മറി കേൾക്കുന്നു, അതേപോലെ നമ്മുടെ ചുറ്റുമുള്ള ഓറയിൽ അത് പ്രവേശിക്കുന്നു, ആ കുടുംബത്തിൽ ആ ഒരു റൂമിലുള്ള എനർജിയിൽ വരെ അത് പ്രവേശിക്കുന്നു. ആർക്കാ മോളെ നഷ്ടം? പറയുന്നവർക്കും ആ വീട്ടിലുള്ളവർക്കും. ആ വീട്ടിൽ പാവം നിരപരാധികളായ ഭർത്താക്കന്മാരും കുട്ടികളും ഒക്കെ ഉണ്ടാവും, അവർക്ക് വരെ ശാന്തിയില്ല ഈ സ്വഭാവമുള്ളവരുടെ വീട്ടിൽ ബേബി. സോ നമ്മൾ പറയണത്, നമ്മൾ എപ്പോഴോ നമുക്കൊരു അപകടം പറ്റി, അതിനെക്കുറിച്ച് അന്ന് അങ്ങനെ അപകടം പറ്റിയപ്പോൾ ഞാൻ അങ്ങനെയായി, ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെയ്തു, ആ ഡോക്ടർ അങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? അങ്ങനെ ഒരിക്കലും അതിനെ കട്ട് ചെയ്യാ. അരേ ഞാനിപ്പോൾ സേഫാണ്. ആ ആലോചന വരുമ്പോൾ തന്നെ, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ അത് കഴിഞ്ഞു, അതന്ന് കഴിഞ്ഞു, ഞാനിപ്പോൾ സേഫാണ്, ഞാൻ വളരെ ഹീലായി, ഞാൻ ഹാപ്പിയാണ്. അന്ന് അങ്ങനെ വരാൻ ഉണ്ടായിരുന്നത് വന്നു, അനുഭവങ്ങൾ ഞാൻ നേടി. അതിനെ കട്ട് ഓഫ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇത് ഭയങ്കര ശക്തിയുള്ളവർക്കേ പറ്റൂ, അപാര അവയർനെസ് ഉള്ളവർക്കേ ഇത് പറ്റൂ. ഒരു ഇപ്പോ സീമാജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേട്ടതുകൊണ്ട് പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്യാൻ പലർക്കും പറ്റണമെന്നില്ല. അതെ, എന്താ വെച്ചാൽ വാസന സംസ്കാരം സമ്മതിക്കില്ല. മൈൻഡ് പറയും, ആര് പറഞ്ഞു സീമാജിക്ക് തലയില്ല, ബുദ്ധിയില്ല, അവരങ്ങനെയൊക്കെ പറയും, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നീ പറഞ്ഞുകൊണ്ടിരി. എന്താ വെച്ചാൽ ഇത് മൈൻഡിന് ഫുഡാണ്. നെഗറ്റീവ് ഡാർക്കിന് എപ്പോഴും എന്താ ഫുഡ് മോളെ? പക, വിദ്വേഷം, കണ്ണീര്, ദുഃഖം, നിരാശ, സംശയം, വേദന, പരാതി പറയുക, കംപ്ലൈന്റ് പറയുക, വിമർശനം, ഇതൊക്കെയാണ് ഡാർക്കിന്റെ ഫുഡ്. അവർക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മളെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ശക്തി ക്ഷീണിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറയുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മളുടെ കാര്യങ്ങളുടെ ഒക്കെ ബാധ്യത നമ്മൾ തന്നെ, അന്നങ്ങനെ സംഭവിച്ചു പോട്ടേടാ, സോറി, ബുദ്ധിയില്ലാതെ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അറിവില്ലാതെ അങ്ങനെ പറഞ്ഞു പോയി, അങ്ങനെ ഒന്ന് അപമാനിക്കപ്പെട്ടു, അത് സംഭവിക്കേണ്ടതായിരുന്നു, ആരെയോ അപമാനിച്ചിട്ടുണ്ട്, ആരെയോ വിമർശിച്ചിട്ടുണ്ട്, ആർക്കോ കഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്, പോട്ടേടാ സോറി. അങ്ങനെ സംഭവിച്ചതിനെ ക്ഷമ ചോദിക്കുക. അങ്ങനെ നിനക്ക് സംഭവിച്ച ആ വേദന നീ അനുഭവിച്ചെങ്കിൽ പോട്ടെ, ഞാൻ എന്നെ ക്ഷമിച്ചിരിക്കണു കേട്ടോ, ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യണു കേട്ടോ, ഐ ലവ് യു പാപ്പ. നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല, മറ്റുള്ളവരുടെ ശ്രേഷ്ഠത, മറ്റുള്ളവരെ അംഗീകരിക്കാൻ, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ പുകഴ്ത്താൻ നമ്മൾ എത്രയധികം അതിന് പ്രാധാന്യം കൊടുക്കുന്നോ, ഏറ്റവും അധികം ഇതൊക്കെ അർഹത ആവശ്യമുള്ളത് നമുക്കാണ്. സെൽഫ്. ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് കുറ്റപ്പെടുത്താം, മറ്റുള്ളവരെ കുറ്റം പറയാനും, എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് ശപിക്കാനും നശിക്കാൻ കാരണം അങ്ങനെയൊക്കെ ആയി നമ്മളെ കുറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ആരും സമയം കണ്ടെത്തുന്നില്ല. സമയം കണ്ടെത്തുന്നവരുണ്ട്, അവർക്കതിൻ്റെ വിജയമുണ്ട്, അവർക്കതിൻ്റെ മാറ്റം അവരുടെ ജീവിതത്തിലുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പോയ കാര്യങ്ങൾ വല്ലതും നമ്മളെ പെയിൻഫുള്ളായിട്ട്
നമ്മളെ ആരെങ്കിലും ചെറുപ്പത്തിൽ നമ്മളെ വേദനിപ്പിക്കുകയും നശിപ്പിക്കുകയും നമ്മളെ ഫിസിക്കലായിട്ട് അങ്ങനെ അബ്യൂസ് ചെയ്യുകയൊക്കെ ആ തോട്ട്സ് നമ്മൾ വരുമ്പോൾ അരേ ഇപ്പം നീ സേഫാണ് ബാബ, അത് കഴിഞ്ഞു ആ അനുഭവം, അരേ അത് കഴിഞ്ഞു, വീണ്ടും ഇപ്പോൾ നീ അതിൻ്റെ സഫറിങ് അനുഭവിക്കേണ്ട ആവശ്യമില്ല, നീ സേഫാണ്, നീ എത്ര ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത്, നിന്റെ ചുറ്റും എത്ര പ്രൊട്ടക്ഷനാണ് നിനക്കുള്ളത്, നിന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുടെ നടുകിലാണ് നീ ഉള്ളത്, നീ എത്ര ഭാഗ്യവതിയാ, നീ എത്ര ഭാഗ്യമുള്ളവനാ, നീ എത്ര ധൈര്യമുള്ളവനാ. ആ സിറ്റുവേഷൻസ് ഒക്കെ കടന്നു പോയെങ്കിൽ നീ ചില്ലറക്കാരനാണോ? അരേ നീ സേഫായിട്ടായിരിക്കണം. ഐ റെസ്പെക്ട് മൈ സെൽഫ്, ഐ ലവ് മൈ സെൽഫ്, ഐ അക്സെപ്റ്റ് മൈ സെൽഫ്, ഐ ഫൊർഗിവ്സ് മൈ സെൽഫ്. ദാറ്റ് ഈസ് ഓൾസോ ഡിവൈൻ ഹീലിംഗ് പ്രോസസ്. ഇതിനെന്തിനാ പണം? ഇതിനെന്തിനാ മറ്റുള്ളവരുടെ സഹായം? അവർക്ക് നമ്മളെ പറഞ്ഞു തരാൻ, അരേ ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞു തരാന്നത് ഓക്കെ. അല്ലാതെ അതിലുപരി നമ്മളെ ഒരാൾക്കും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയധികം ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട്. മഹാനിധിയാണ് നമ്മൾ, മഹാ ഐശ്വര്യ സ്വരൂപമാണ് നമ്മൾ, ദിവ്യത്വം നിറഞ്ഞ സ്വരൂപരാണ് നമ്മൾ. ഇതാണ് ഓരോ ഗുരുക്കന്മാരും ഓർമ്മിപ്പിക്കേണ്ടത്. ഞാനും നീയും ഒന്നാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളെ ഹീൽ ചെയ്യേണ്ടത് ഏതൊരു കാര്യത്തിനെയും. ഓക്കെ, താങ്ക് യു.